ഗുഡ് ഈവനിങ് ട്രേഡേഴ്സ്, ഗുഡ് ഈവനിങ് ഇൻവെസ്റ്റേഴ്സ്. ദിസ് ഇസ് സിയാത്ത് ഇലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. നിഫ്റ്റി അങ്ങനെ 22,800 താഴെ നിഫ്റ്റി ക്ലോസ് ചെയ്തു എന്നുള്ള ഒരു അലാമിംഗ് ആയിട്ടുള്ള ഒരു സിനാരിയാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. മാർക്കറ്റ് ഇടിയുന്നുണ്ടായിരുന്നു, എന്നാൽ മാർക്കറ്റ് തിരിച്ചു വന്ന് റിക്കവറി രേഖപ്പെടുത്തും. 22,900 അതല്ലെങ്കിൽ 23,000 റേഞ്ചുകളെല്ലാം തന്നെ മാർക്കറ്റ് ഹോൾഡ് ചെയ്യപ്പെട്ടിരുന്നു. അപ്പോൾ ആ ഒരു മേജർ സോണാണ് ഇന്ന് അതിന് താഴെ നിഫ്റ്റി 22,800 താഴെ നിഫ്റ്റിയുടെ ക്ലോസ് ആദ്യമായിട്ട് ഏറെ നാളുകൾക്ക് ശേഷം നടന്നത്. FISൻ്റെ ആക്ടിവിറ്റീസ് നോക്കുമ്പോൾ ഈ ഒരു മാസം മാത്രം ഏകദേശം 33,000 കോടി രൂപയ്ക്ക് മുകളിൽ അവർ സെല്ല് നടത്തി. ഇന്നും സെല്ല് നടത്തി 3,300 കോടി. ഈ ഒരു വർഷം, അതായത് 2 മാസം മാത്രം പിന്നിടുമ്പോൾ FISൻ്റെ നെറ്റ് സെല്ല് എന്ന് പറയുന്നത് ഏകദേശം 1.25 ലക്ഷം കോടി രൂപയാണ്. കഴിഞ്ഞ എൻ്റയർ കലണ്ടർ ഇയറിൽ അവരുടെ ടോട്ടൽ സെല്ല് 3 ലക്ഷം കോടിയാണ്. അപ്പോൾ അതിൻ്റെ നേർപകുതിയുടെ അടുത്ത് വെറും 2 മാസം കൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ കണ്ടിന്യൂസ് സെല്ലിംഗ് മോഡലാണ് ഉള്ളത്. കൂടാതെ തന്നെ ഇത്രയധികം ഇടിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ പോലും US മാർക്കറ്റിനെ അന്ധമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു മാർക്കറ്റിനെയാണ് നമ്മൾ ഇന്ന് കണ്ടത്. കാരണം ഇന്നലെ US മാർക്കറ്റ് ഇടിവിലായിരുന്നു, അതുകൊണ്ട് തന്നെ ഏഷ്യൻ മാർക്കറ്റ് ഇടിവിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മാർക്കറ്റും ഇന്ന് രാവിലെ നമുക്ക് നല്ലൊരു ഗ്യാപ്പ് ഡൗൺ കിട്ടി. പിന്നീട് ആ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് മാത്രം നിലനിന്നു. ഒരു റിക്കവറി പോലും കണ്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ മാർക്കറ്റ് സെക്കൻഡ് ഹാഫിലെല്ലാം തന്നെ റിക്കവറി രേഖപ്പെടുന്നുണ്ടായിരുന്നു. ഇന്ന് ആ ഒരു റിക്കവറിക്കും സ്ഥാനമുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചർ ആവട്ടെ, യൂറോപ്യൻ മാർക്കറ്റ് ആവട്ടെ, കുറച്ചൊക്കെ റിക്കവറി രേഖപ്പെടുത്തിയ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ന് പ്രധാനമായിട്ടും ഓട്ടോ സെക്ടറിൽ മുൻപന്തിയിൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 7% ഫോൾ രേഖപ്പെടുത്തി. മഹീന്ദ്രയുടെ എല്ലാം തന്നെ പുതിയ ഇലക്ട്രിക്കൽ വാഹനത്തിൻ്റെ എല്ലാം തന്നെ ബുക്കിംഗ് 8,300 കോടി രൂപയൊക്കെ കിട്ടിയ ആ ഒരു വളരെ നല്ല രീതിയിൽ ഇന്ത്യൻ ഓട്ടോമൊബൈൽ സെക്ടർ പോകേണ്ടതായിരുന്നു. എന്നാൽ ഈ ഒരു ടെസ്ലയുടെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവും ഇപ്പോഴുള്ള ഓൾറെഡി ഇതുള്ള നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സും കാരണം ഓട്ടോ സെക്ടറിലും അതുവഴി കൂടാതെ തന്നെ ഫാർമ സെക്ടറിലും US അവിടെയുള്ള ഫാർമ കമ്പനീസിനെ എൻഹാൻസ് ചെയ്യുന്നുള്ളൊരു പ്രഖ്യാപനത്തിന് ശേഷം ഇന്ത്യൻ ഫാർമ കമ്പനീസിൽ ഒരു ഉണർവുണ്ടായിട്ടില്ല. ഓൾറെഡി തന്നെ റൂറൽ ഏരിയയിലുള്ള ഡിമാൻഡ് കൺസേൺ കാരണം ഇടിവ് രേഖപ്പെടുത്തുന്ന FMCGയും ഇൻഡെക്സ് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളാണ്. ഇതെല്ലാം തന്നെ മെറ്റൽ സെക്ടർ മാത്രമാണ് ഇന്ന് ഏകദേശം ഒരു ഗെയിൻ രേഖപ്പെടുത്തിയത്. ടാറ്റ സ്റ്റീലെല്ലാം തന്നെ 2% റാലി രേഖപ്പെടുത്തി. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ട്രേഡ് ഡീല് കാരണം, ആ ഒരു ന്യൂസ് കാരണം ഇന്ന് മാർക്കറ്റിലുള്ള സ്റ്റീൽ സെക്ടറിന് ഗുണം രേഖപ്പെടുത്തി. ഇന്ന് മാർക്കറ്റിൽ നിഫ്റ്റി 50യിൽ പ്രധാനമായിട്ടും ഹിൻഡൽകോ, അതിൻ്റെ ഭാഗമായിട്ട് ടാറ്റ സ്റ്റീൽ തുടങ്ങിയ കമ്പനീസ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. ഏറ്റവും വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തിയത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ M&M 6%, അദാനി പോർട്ടും 3%, BPCLും കൂടാതെ തന്നെ മറ്റൊരു ഓട്ടോമൊബൈൽ സെക്ടറിൽ നിന്ന് ടാറ്റ മോട്ടേഴ്സും 2.5% ഇടിവ് രേഖപ്പെടുത്തി. വിപ്രോ ADRൽ ഇന്നലെ ഫോൾ ഉണ്ടായിരുന്നു. ഇന്നും ഇവിടെ വിപ്രോ 2.2% ഒരു ഇടിവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി എയർടെലും TCSും തുടങ്ങിയ കമ്പനീസാണ് നിഫ്റ്റി 50യിൽ താഴേക്ക് ഇടാനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഈവൻ M&M മാത്രം നിഫ്റ്റി 50യിൽ 33 പോയിൻറ്റിൻ്റെ ഒരു ഡൗൺഫോളിന് കാരണമായി. മഹീന്ദ്ര എന്ന് പറഞ്ഞ കമ്പനി മാത്രം നിഫ്റ്റീനെ 33 പോയിൻ്റാണ് താഴേക്ക് ഇട്ടിട്ടുള്ളത്. 2 പ്രധാന അപ്ഡേറ്റ് ഉള്ളത്, ബാങ്ക് ഓഫ് അമേരിക്കൻ ഫണ്ട് മാനേജേഴ്സ് എല്ലാം തന്നെ ഇന്ത്യൻ മാർക്കറ്റ് അത്ര ഫേവറബിൾ അല്ലാത്ത മാർക്കറ്റാണെന്നുള്ള അഭിപ്രായപ്പെട്ടു. കൂടാതെ തന്നെ ഗോൾഡ്മാൻ സാക്ക്, അമേരിക്കയിൽ തന്നെയുള്ള ബ്രോക്കറിംഗ് സ്ഥാപനം, ഇന്ത്യയുടെ GDP ഫോർകാസ്റ്റ് എല്ലാം തന്നെ കട്ട് ചെയ്തു. ഈ ഒരു US താരിഫ് ഹൈക്ക് തന്നെയാണ് പ്രധാന ഒരു കാരണമെന്ന് പറയുന്നത്. കൂടാതെ തന്നെ ഇന്ത്യയിലെ സെൻട്രൽ ഗവൺമെൻറ് ഈ ഒരു ഇലക്ട്രിക്കൽ കാറിൻ്റെ ആപ്ലിക്കേഷനെല്ലാം തന്നെ ഗ്ലോബൽ കാർ കമ്പനീസിൽ നിന്ന് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെസ്ല എല്ലാം തന്നെ ഇതിൽ പങ്കെടുക്കും. കൂടാതെ തന്നെ ഇവരുടെ താരിഫ് ഇന്ത്യ കുറച്ചു. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഓട്ടോമൊബൈൽ സെക്ടറിലുള്ള വലിയൊരു ഇടിവിനും. M&M ഒക്കെ 6% ഇടിവ് രേഖപ്പെടുത്തിയിട്ട് ഒരുപാട്, ഏകദേശം 2 വർഷത്തിലേറ്റവും താഴ്ന്ന ഒരു ലെവലാണ്, താഴ്ന്ന സിംഗിൾ ഡേ ലോസാണ് ഇന്ന് M&M ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഓൾറെഡി തന്നെ ഇന്ത്യയിലേക്ക് ടെസ്ലനെ മാത്രമായിട്ട് ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കില്ല. ഗ്ലോബൽ ഇലക്ട്രിക്കൽ കമ്പനീസിനെ തന്നെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് പുതിയൊരു നയം. നിലവിലുള്ള ഓട്ടോമൊബൈൽ സെക്ടർ എല്ലാം തന്നെ ഇന്ത്യയിൽ അതിന് ക്ഷീണമായിട്ട് വരുമെന്നുള്ളതിന് തർക്കമില്ലാത്ത കാര്യമാണ്. അതാണിപ്പോൾ
കാണുന്ന ഓട്ടോമൊബൈൽ സെക്ടറിൻ്റെ എല്ലാം തന്നെ ഇടിവിന് പ്രധാന കാരണം. ഞായറാഴ്ച മാർക്കറ്റ് ഔട്ട്ലുക്കായിട്ട് എത്താം. കൂടാതെ തന്നെ ഞായറാഴ്ച കോഴിക്കോട് ട്രേഡ് സെൻറ്ററിൽ വെച്ചിട്ട് കേരളത്തിലെ ഏറ്റവും വലിയ ട്രേഡ് സബ്മിറ്റ് നടക്കുന്നുണ്ട്. ഞാനും അവിടെ ഒരു സ്പീക്കറായിട്ട് വരുന്നുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സും അവിടെ പരമാവധി ആളുകൾ വരാൻ ശ്രമിക്കുക. നമുക്ക് നേരിട്ട് മീറ്റ് ചെയ്യാം. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് കുറഞ്ഞ ടിക്കറ്റ് റേറ്റാണ് ഉള്ളത്. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ നമ്പർ പേയ്മെൻറ്റ് ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വീക്കെൻഡ്.